എൻ്റെ വായനയിലേക്ക് സ്വാഗതം. കഥ കൈപ്പുണ്യം. എഴുതിയത് വിനു എബ്രഹാം. വാഴയിലയുടെ ഇടത്തെ മൂലയിൽ വിളമ്പിയിരുന്ന നെത്തോലി വറവിനൊപ്പമുള്ള മൊരിഞ്ഞ കറുത്ത പൊടി ഊണ് കഴിച്ചുകൊണ്ടിരുന്ന വിരലുകൾ കൊണ്ട് തന്നെ കനത്തിലൊന്നെടുത്തിട്ട് അവ ഉയർത്തി ഹിമ ബിജീഷ് പിടിച്ചിരിക്കുന്ന മൊബൈൽ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞു, ഗൈസ്, ഇതിനപ്പുറം ഒരു ടേസ്റ്റ് ഇല്ല. അൾട്ടിമേറ്റ് സംഭവമാണ്. ഈ മീൻ ഫ്രൈ കഴിക്കണമെന്നില്ല. ചെല്ലമ്മയക്കൻ്റെ ഈ വറവൽ പൊടി കൂട്ടി തന്നെ ചോറ് മുഴുവൻ ഉണ്ണാം. സോ ഞാനൊരു പിടി പിടിക്കാൻ പോകുക. ഹിമ ചൂടു മീൻകറി ഒഴിച്ച ചോറ്, നെത്തോലി വറുത്തതും അവിയലും വാഴക്കൂമ്പ് തോരനും കൂട്ടി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾ കൂടി അവൾ കഴിക്കുന്നത് പകർത്തിയിട്ട് ബിജീഷ് ക്യാമറ ഒരേ സമയം 10 പേർക്ക് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ആ ചെറിയ തീൻതളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചു. ഉച്ചയൂണിൻ്റെ തിരക്ക് അവസാനിക്കാറായി. ഇപ്പോൾ ഹിമ കൂടാതെ 3 പേർ കൂടിയേ ഉണ്ണാനുള്ളൂ. കൈലിമുണ്ടും ജമ്പറും അതിനുമേലെ ഒരു തോർത്തും ധരിച്ചു നിൽക്കുന്ന ചെല്ലമ്മയക്കൻ നല്ലൊരു വീട്ടമ്മയുടെ വാത്സല്യമൂറുന്ന നോട്ടവും ചിരിയുമായി തളത്തിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊപ്പം ഹോട്ടലിൻ്റെ ഉടമയും ആകെയുള്ള ജോലിക്കാരനുമായ മകൻ രാധാകൃഷ്ണൻ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചോറും കറിയും കൂട്ടാനും വിളമ്പിക്കൊണ്ട് അടുത്തു തന്നെയുണ്ട്. അമ്മയും മകനും താമസിക്കുന്ന വീടിൻ്റെ ഭാഗം തന്നെയായ തീർത്തും അനാർഭാടമായ തളത്തിൽ വീട്ടിൽ വരുന്ന അതിഥികളോടെന്നോണം സ്നേഹപൂർവ്വം ആതിഥ്യം നൽകിക്കൊണ്ട് നിൽക്കുന്ന 2 പേരെയും ബിജീഷ് ഏറെ കൗതുകത്തോടെ ക്യാമറയിലെ ദൃശ്യങ്ങളിലാക്കി. ഹിമയുടെ ഇലയിലെ ചോറ് തീർന്നുവെന്ന് കണ്ട ചെല്ലമ്മയക്കൻ മകനോട് അവൾക്ക് ചോറ് വിളമ്പാൻ നിർദ്ദേശിച്ചെങ്കിലും അവൾ സ്നേഹപൂർവ്വം അത് വിലക്കി. വേണ്ടമ്മ, ഒട്ടും മതിയായിട്ടല്ല. പിന്നെന്താ മതിയാക്കുന്നതെന്ന് ഞാൻ ക്യാമറ നോക്കി പറയാം. ഇലയിലെ എല്ലാ വറ്റും പൊടിയും വടിച്ച് നക്കി തീർത്തിട്ട് ക്യാമറ തന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവൾ ബിജീഷിനോട് ആംഗ്യം കാട്ടി. ചെറിയൊരു ചിരിയോടെ അവൾ പറഞ്ഞു തുടങ്ങി, വൗ, പൊളിയായിരുന്നു കേട്ടോ. അല്ല, പൊപ്പളിയായിരുന്നു ഊണ്. നിങ്ങൾ മുമ്പേ കണ്ടിരുന്നല്ലോ. പഴയ സ്റ്റൈൽ വിറകടുപ്പിൽ ഇരുമ്പ് ചീനച്ചട്ടിയും മൺചട്ടിയും ഉപയോഗിച്ച് യാതൊരു കൃത്രിമ രുചിക്കൂട്ടുകളും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഫുഡ്. ചെല്ലമ്മയക്കൻ്റെ കൈപ്പുണ്യവും കൂടി ചേരുമ്പോൾ ഇത്രയും അടാറാകുന്നതിൽ സോ സർപ്രൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഊണ് നിർത്തി എന്ന് പറഞ്ഞാൽ ഒട്ടും മതിയായിട്ടല്ല കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് കവിളിലെ നുണക്കുഴി ഭംഗിയായി വിരിയുന്ന വിധത്തിൽ അവളുടെ മുഖത്ത് വിടർന്ന ചിരി പരന്നു. 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഫുഡ് ചാനലിൻ്റെ കാണികൾക്ക് ഏറെ പ്രിയമെന്ന് ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ നുണക്കുഴി ചിരി കൃത്യസന്ദർഭങ്ങളിൽ എടുത്തു വീശിയാൽ മതിയെന്ന് അവൾക്കറിയാം. ഇതുപോലത്തെ സൂപ്പർ ടേസ്റ്റി ഫുഡ് ദിവസവും മനസ്സു നിറയുവോളം കഴിച്ചുകൊണ്ടിരുന്ന ഞാനാകെ ചേർത്ത് ഒരു ഗുണ്ടുമണിയായി പോയില്ലേ. നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ഈ ക്യൂട്ട് സ്ലിം അപ്പിയറൻസ് ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടേ? അപ്പോൾ യാതൊരു കലർപ്പുമില്ലാത്ത തനി നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ നേരെ ഇങ്ങ് പോരണം. തിരുവനന്തപുരം ജില്ലയുടെ മനോഹരമായ ഇൻറ്റീരിയർ ഗ്രാമമായ പേരിമ്പക്കോണത്തുള്ള ചെല്ലമ്മയക്കൻ്റെ ശ്രീഭദ്ര ഹോട്ടലിലേക്ക്, ദ ഡിവൈൻ വില്ലേജ് ഫുഡ് ഹാവൻ. ക്യാമറ ഓഫ് ചെയ്യാൻ ആംഗ്യം കാട്ടിയിട്ട് ഹിമ ഇല മടക്കി. അവൾ ഇലയെടുത്ത് മുറ്റത്ത് വെച്ചിരിക്കുന്ന തൊട്ടിയിൽ അത് കളയാനായി എഴുന്നേറ്റപ്പോൾ ചെല്ലമ്മയക്കൻ വിലക്കി. അയ്യോ മോളെ, അതവിടെ വെച്ചേര്. മോള് ചെന്ന് കൈ കഴുകിയാട്ടെ. ഏയ്, അതൊന്നും വേണ്ടമ്മ, ഞാൻ കളഞ്ഞോളാം. മുറ്റത്തേക്ക് ഇറങ്ങവേ അവൾ ബിജീഷിനോട് പറഞ്ഞു, ബിജീഷേ, ഇനി നീ ഇരുന്ന് കഴിച്ചോ. ചെല്ലമ്മയക്കൻ എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഹിമ നടക്കുന്നത് നോക്കി നിന്നു. നല്ല പെങ്കൊച്ച്, കൂടെയുള്ള ഈ പയ്യനും നിമ്മതിയുള്ളവൻ തന്നെ. 40 വർഷത്തിന് മേലെയായി ഉള്ള ഈ ഹോട്ടലിൽ ആദ്യമായാണ് ഇങ്ങനെ ക്യാമറക്കാരോ ചാനലുകാരോ വരുന്നത്. തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിനു മുമ്പേ വിജയണ്ണൻ തുടങ്ങി വെച്ച ചായക്കടയാണ്. തുടക്കത്തിൽ ദോശയും ഇഡ്ഡലിയും ചായയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. താനും കൂടി എത്തിയ ശേഷമാണ് ഊണിൻ്റെ പരിപാടി തുടങ്ങിയത്. ഒട്ടും
ആർഭാടമൊന്നുമില്ലാത്ത നാട്ടിൻപുറം ഊണ്. 30 പേർക്ക് അല്ലെങ്കിൽ കൂടിയാൽ 35 പേർക്കുള്ള ഊണുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും മിച്ചം വന്ന് കളയേണ്ടി വരില്ല. അന്നും ഇന്നും ഒരേപോലെ തന്നെ മിതമായ വിലയിൽ നല്ല ഊണാണെന്ന് പേരെടുത്തതോടെ തങ്ങളോട് സ്നേഹവും ആത്മാർത്ഥതയുമുള്ളവരും അല്ലാത്തവരും എല്ലാം ഉപദേശിച്ചു തുടങ്ങി. എങ്ങനെയെങ്കിലും ഇച്ചിരൂടെ പൈസ ഇറക്കി ഹോട്ടൽ വലുതാക്കണം, പിന്നെ ഈ ചില സ്പെഷ്യലുകൾ കൂടെ വിളമ്പണം. അതോടെ താനെ ബിസിനസ് വന്നു തുടങ്ങും. പിന്നെ നാടും മാറുകയല്ലേ. 1/2 കിലോമീറ്ററിനപ്പുറം ഒരു കോളേജ്, ഒരു മിഷൻ ആശുപത്രി ഒക്കെയായി. കവലയിൽ കൂടുതൽ കടകളാകുന്നു. ധാരാളം ആളുകൾ വന്നു പോകുന്നു. കച്ചവടം പച്ച പിടിക്കാൻ എല്ലാ ഏരിശീലുകളും ഒത്തുവന്നിരിക്കുന്ന സമയമാണ്. പക്ഷേ വിജയണ്ണനെ അതൊന്നും തീരെ ഏശിയില്ല. ഉപദേശിക്കുന്നവരോടെല്ലാം ചിരിയോടെ പറഞ്ഞു, അതൊന്നും വേണ്ടണ്ണ, എനിക്കും കുടുംബത്തിനും വേണ്ടി ഇപ്പോഴീ ഉള്ളതിന്ന് തന്നെ കിട്ടും. ഇപ്പോഴാണേ മനശല്യമില്ലാതെ കിടന്നുറങ്ങാനും പറ്റുന്നു. വലിയതിൻ്റെ പുറകെ പോയി എന്തിന് പുലിവാല് പിടിക്കണത്? വിജയണ്ണൻ്റെ അതേ ചിന്ത തനിക്കുമുണ്ടായത് ഭാഗ്യം. എന്തായാലും ഈ ഇത്തിരി പൂരം ഹോട്ടലും വിജയണ്ണന് കുടുംബസ്വത്തായി കിട്ടിയ 3/4 ഏക്കർ പറമ്പിലെ വിളകളുമെല്ലാമായി വലിയ അല്ലലൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ലതമോളെ അടുത്തന്നെ പെരുങ്കടവിളയിൽ പഞ്ചായത്ത് ഓഫീസിൽ ജോലിയുള്ള പോതറവുള്ള ഒരു പയ്യനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അതുകൂടി കഴിഞ്ഞിട്ടാണ് വിജയണ്ണൻ പെട്ടെന്നങ്ങ് പോയത്. ഒരു സന്ധ്യയ്ക്ക് തൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെയായിരുന്നു നെഞ്ചും പൊത്തി നിലവിളിച്ച് നിലത്തേക്ക് കുഴഞ്ഞു വീണത്. ടാക്സി പിടിച്ച് ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരുന്നു. ഒരു നിമിഷം കൊണ്ട് ലോകം അവസാനിച്ചതുപോലെയായിരുന്നു. കുറച്ചു ദിവസം തളർന്നിരുന്നു പോയെങ്കിലും വിജയണ്ണൻ തുടങ്ങിവെച്ച ഹോട്ടൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അണ്ണൻ തന്നെ തന്നോട് പറയും പോലെ തോന്നിത്തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ്സും കഴിഞ്ഞ് പഠിത്തത്തോടൊന്നും താല്പര്യമില്ലാതെ നിൽക്കുന്ന രാധാകൃഷ്ണനെയും കൂട്ടി ഹോട്ടൽ വീണ്ടും തുടങ്ങി. സത്യത്തിൽ ഇന്നും ഹോട്ടലിൻ്റെ കാര്യങ്ങളുമായി ഇങ്ങനെ തിരക്കിൽ നിൽക്കുമ്പോൾ വിജയണ്ണൻ കൂടെയുണ്ട് എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. വീണ്ടും എല്ലാം നല്ല നിലയിൽ നടക്കുന്നത് കാണുമ്പോൾ അണ്ണൻ സന്തോഷിക്കുന്നത് പോലെ. ഇനി വൈകാതെ രാധാകൃഷ്ണന് നല്ലൊരു പെങ്കൊച്ചിനെ കൂടെ കിട്ടിയാൽ തൻ്റെ എല്ലാ ഭാരങ്ങളും തീരും. പക്ഷേ അമ്മ, ഈ ബിജീഷിൻ്റെ വിശപ്പ് തീരണവരെ ചോറും കറിയും കൊടുത്തോണ്ടിരുന്നാൽ അമ്മയ്ക്കും രാധാകൃഷ്ണൻ ചേട്ടനും ഒന്നും ഉണ്ണാൻ ബാക്കിയുണ്ടാകില്ല കേട്ടോ. മുഖത്തെ വെള്ളം കർച്ചീഫ് കൊണ്ട് തുടച്ചകത്തേക്ക് കയറി വരവേ ഹിമ ഗൗരവഭാവത്തിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ മക്കൾ ഊണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര വേണേലും കഴിച്ചോ. എൻ്റെയും മോൻ്റെയും കാര്യം ഒന്നും നോക്കണ്ട. ചെല്ലമ്മയക്കൻ ആത്മാർത്ഥ ഭാവത്തിൽ തന്നെ പറഞ്ഞു. അയ്യോ അമ്മച്ചി, ഇവള് വെറുതെ തട്ടിവിട്ടതല്ലേ. എനിക്ക് ഇച്ചിരി തടി കൂടുതലുള്ളതുകൊണ്ട് ഇവള് കോണടിക്കുന്നതാ. ഒന്നും കഴിക്കാതെ പച്ചവെള്ളം മാത്രമാണേലും എൻ്റെ തടി കുറയൂല. ബിജീഷ് തൻ്റെ ഭാഗം വ്യക്തമാക്കി. എന്നാലും ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ണും. ഇത്രയും നല്ല ഊണ് എപ്പോഴും കിട്ടാനാ അമ്മച്ചി. മീൻ വറുത്തതും കൂമ്പ് തോരനും കൂട്ടി രസികൻ ഒരു ഉരുള അകത്താക്കിക്കൊണ്ട് അവൻ കൂട്ടിച്ചേർത്തു. അത് സത്യം, നീ കഴിക്കട ബിജീഷേ. സ്നേഹത്തോടെ അവന് ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ഹിമ ആളൊഴിഞ്ഞ ഒരു ബെഞ്ചിലിരിക്കുന്ന ചെല്ലമ്മയക്കന് സമീപം ചെന്നിരുന്നു. ചെല്ലമ്മയക്കൻ ഏറെ സ്നേഹം കിനിയുന്ന ചിരിയോടെ അവളുടെ കയ്യിൽ തലോടി. അമ്മ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഇതുവരെ എത്രയോ ഹോട്ടലുകളിൽ പോയിരിക്കുന്നു. പക്ഷേ ഇത്രയും സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ വലിയ പേര് കേട്ട ഹോട്ടലുകൾ നടത്തുന്നവരിൽ വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവൾ ബിജീഷിൻ്റെ നേരെയും നോക്കി. അല്ലട ബിജീഷേ. വായ നിറഞ്ഞ് ഉരുളയായിരുന്നതിനാൽ തല കുലുക്കി ഇടതു കൈയിലെ തള്ളവിരലും ഉയർത്തി അവനും ശരിവെച്ചു. ചെല്ലമ്മയക്കൻ കുറെ കൂടി വാത്സല്യത്തോടെ ഹിമയുടെ കൈ തൻ്റെ കൈവെള്ള കൊണ്ട് അമർത്തി. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം മക്കളെ. പക്ഷേല് ഒരു വലിയ വിഷമം ഞങ്ങൾക്കുണ്ട്. ഒരുപോലെയുള്ള അമ്പരപ്പോടെ ഹിമയും ബിജീഷും ചെല്ലമ്മയക്കനെ നോക്കി. രുചിയോടെ കഴിച്ചുകൊണ്ടിരുന്ന ചോറിൽ കല്ല് കടിച്ചതുപോലെ രണ്ടാൾക്കും തോന്നി. അത് മക്കളെ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ചെല്ലമ്മയക്കൻ തൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ഒന്ന് ഓടിച്ചു. മുറ്റത്തുള്ള വലിയ ചെമ്പരത്തി ചെടിയുടെ അടുത്ത് മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന രാധാകൃഷ്ണനെ കണ്ടപ്പോൾ ആ പരതൽ അവസാനിച്ചു. നെടിയ ഒരു നിശ്വാസത്തോടെ അവർ തുടർന്നു. എൻ്റെ മോൻ്റെ കാര്യം ഓർത്തിട്ടുള്ള വിഷമ. അവന് വയസ്സ് 32 കഴിഞ്ഞു. പക്ഷെ അവൻ്റെ കല്യാണം നടക്കുന്നില്ല.
ഒരു പെണ്ണും ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. ഹിമ അമ്പരപ്പോടെ ചെല്ലമ്മയക്കനെ നോക്കി. നല്ല തണ്ടും തടിയുമുള്ള, കാണാൻ സാമാന്യം കൊള്ളാവുന്നവനുമായ ചെറുപ്പക്കാരൻ. ജീവിക്കാൻ ഈ ഹോട്ടലും പറമ്പും ഉണ്ട്. പിന്നെ? അവൾ അത് ഉറക്കെ ചോദിക്കുകയും ചെയ്തു. തികഞ്ഞ നിരാശ തളം കെട്ടിയ സ്വരത്തിൽ ചെല്ലമ്മയക്കൻ പറഞ്ഞു തുടങ്ങി. ഒന്നും പറയണ്ട എൻ്റെ മോളെ, ഒറ്റ പെങ്കൊച്ചുങ്ങൾക്കും ഇതൊന്നും പറ്റുകയില്ലെന്നാ പറയുന്നത്. ഇതുപോലത്തെ ഒരു കൊച്ചു ഹോട്ടലുകാരനെ കെട്ടിയ സദാ അരച്ചും മാട്ടിയും പൊരിച്ചും കഴുകിയും ജീവിക്കേണ്ടി വരികയില്ലെന്നായിരിക്കും അതുങ്ങളുടെ വിചാരം. ഇവിടെ ഉള്ളത് കൊണ്ട് അലട്ടലില്ലാതെ സന്തോഷമായി ജീവിക്കാമെന്നും ഒരു ബീഡിവലിയുടെ സ്വഭാവക്കേടില്ലാത്ത പയ്യനാണെന്നും പറഞ്ഞാലൊന്നും ആർക്കും താല്പര്യമില്ല. അവർക്ക് മൊബൈലെ ചൊരണ്ടിയും ഗള്ളിയും ഓരോ ഊളപ്പയലുകളുടെ പുറകെ പോയാൽ മതി. അങ്ങനെ പോയി എത്ര എണ്ണ നശിച്ചെന്ന് പറഞ്ഞാലും പിന്നെയും പെൺപിള്ളേർ ആ വഴി തന്നെ പോകാൻ റെഡിയാ. ഹിമയും ബിജീഷും പരസ്പരം വിഷമത്തോടെ നോക്കി. ചെല്ലമ്മയക്കനോട് എന്തു പറയണമെന്ന് അവർക്ക് ഒരു രൂപവും കിട്ടിയില്ല. എങ്കിലും ഹിമ അവളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചിന്ത അവരോട് പങ്കുവച്ചു. അമ്മേ, ഇപ്പോൾ പല കുട്ടികൾക്കും വേറെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന ആഗ്രഹമൊക്കെ കാണൂലേ? അവർക്ക് അത് വേണ്ടെന്ന് വെച്ച് ഇവിടെ തന്നെ കഴിയണമെന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, അതിനൊന്നും ഇവിടെ ഒരു തടസ്സവുമില്ല. ഇവിടെ വരുന്ന പെണ്ണ് ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിൽക്കണമെന്നൊന്നും എനിക്കും മോനും ആഗ്രഹമില്ല. വേറെ ജോലി കൊണ്ട് ചെയ്തോട്ട്, അതൊന്നുമല്ല കാര്യം. ആർക്കും ഇങ്ങനെ ഹോട്ടലുമായി നടക്കുന്ന പയ്യനെ വേണ്ട. ആ, എൻ്റെ മോൻ്റെ വിധി. അല്പം മുൻപ് വരെ പ്രസാദം വിടർന്നു നിന്നിരുന്ന ചെല്ലമ്മയക്കൻ്റെ മുഖത്തും സ്വരത്തിലും നിരാശയുടെ മാറാല പടർന്നിരുന്നു. നിശബ്ദത വിങ്ങി നിന്ന ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഹിമ പറഞ്ഞു, ഒക്കെ ശരിയാകും അമ്മ. ആർക്കറിയാം, ചിലപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഏതെങ്കിലും നല്ല ഭക്ഷണ കൊതിച്ച് വന്ന് റെഡിയായിട്ട് ഇങ്ങ് വരുമായിരിക്കും. അവൾ ചെല്ലമ്മയക്കൻ്റെ തോളത്തൊന്ന് തട്ടി തെല്ലുച്ചത്തിൽ ചിരിച്ചു. എന്നിട്ടും ചെല്ലമ്മയക്കൻ്റെ മുഖത്തേക്ക് നേരത്തെയുള്ള ഉത്സാഹം തിരികെ വരാൻ മടിച്ചു നിന്നു. ബിജീഷേ, ഇനി നമുക്ക് അമ്മയും രാധാകൃഷ്ണൻ ചേട്ടനും ഒരുമിച്ചിരുന്ന് ഉണ്ണുന്ന ചില വിഷ്വൽസ് കൂടി എടുക്കണം. ചിലപ്പോൾ ഈ എപ്പിസോഡിൽ അത് നല്ല കളറായിരിക്കും. ഹിമ വീണ്ടും തൻ്റെ പണിയിൽ ഉത്സുകയായി. ഊണ് കഴിഞ്ഞ് ഇല മടക്കി എഴുന്നേൽക്കവേ ബിജീഷ് പറഞ്ഞു, ഓക്കെ, അത് ഉഷാറാക്കാം, ഇതാ വരുന്നു. ആദ്യം ചെല്ലമ്മയക്കൻ കുറച്ച് വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും പിന്നെ ഹിമയുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി. അവർ മകനുമൊത്ത് ഊണ് കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ബിജീഷ് പകർത്തി. പരസ്പരം ഇരുവരും ചോറും കറിയും മീൻ പൊരിച്ചതുമൊക്കെ വിളമ്പി സ്നേഹത്തോടെ ഉണ്ണുന്നതിൻ്റെ കൗതുകങ്ങൾ അവൻ ക്യാമറയിലേക്ക് ആവാഹിച്ചു. എല്ലാം കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് കാർ പാർക്ക് ചെയ്തിരുന്ന നിരത്തിലേക്കുള്ള ചെറിയ പടിക്കെട്ടിറങ്ങുമ്പോൾ ഹിമ ചെല്ലമ്മയക്കൻ്റെ കൈ തൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ലക്ഷക്കണക്കിന് ആൾക്കാരാ ലോകം മുഴുവൻ കാണുന്നത്. ഇത് വന്നു കഴിയുമ്പോൾ നോക്കിക്കോ, ആൾക്കാരുടെ ഒഴുക്കായിരിക്കും ഇങ്ങോട്ട്. ഈ സെറ്റപ്പൊക്കെ മാറി വലിയ ഹോട്ടലാക്കേണ്ടി വരും. അയ്യോ, അതൊന്നും വേണ്ട മോളെ, ഇതിനപ്പുറം ഒന്നും ആവശ്യമില്ല. പേരിമ്പക്കോണത്തമ്മ അനുഗ്രഹിച്ച് എന്നും ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ മതി. ചെല്ലമ്മയക്കൻ്റെ വാക്കുകൾ ശരിവെക്കും മട്ടിൽ രാധാകൃഷ്ണൻ ചിരിച്ചു. കാറിന് സമീപം എത്തിയപ്പോൾ ഹിമ ബിജീഷിനോട് പറഞ്ഞു, എടാ, ഇവിടെ നിന്ന് ഞാനല്പം കമൻട്രി കൂടെ പറയാം. അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് കാണാവുന്ന ഹോട്ടലിൻ്റെയും ചുറ്റുമുള്ള പറമ്പിലെയും എല്ലാം വിഷ്വൽസ് വരണം. ഓക്കെ? ബിജീഷ് ക്യാമറ ഹോൾഡറിൽ വീണ്ടും ഉറപ്പിച്ച് കൃത്യമായ ഫ്രെയിം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചെല്ലമ്മയക്കനും രാധാകൃഷ്ണനും ഞങ്ങളെ സ്നേഹപൂർവ്വം യാത്രയാക്കാൻ മുറ്റത്ത് തന്നെ നിൽക്കുകയാണെന്ന് ഹിമ കണ്ടു. പാവങ്ങൾ. അമ്മേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകത്തേക്ക് പോകുമോ? ഹോട്ടലും ചുറ്റുപാടും ഇവിടെ നിന്ന് കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാനുണ്ട്, അവൾ വിളിച്ചു പറഞ്ഞു. ഒന്നുകൂടി അതിഥികളെ കൈവീശി കാണിച്ചിട്ട് അനുസരണയോടെ രണ്ടുപേരും ഉള്ളിലേക്ക് കയറിപ്പോയി. ഒറ്റ നോട്ടത്തിൽ നാട്ടിൻപുറത്തെ പഴയൊരു വീട് എന്ന് മാത്രം തോന്നുന്ന ഓടുമേൽക്കൂരയുള്ള ഹോട്ടലും ചുറ്റിനുമുള്ള പച്ചക്കറിത്തോട്ടവും തഴച്ചു നിൽക്കുന്ന മരങ്ങളുള്ള പറമ്പും പൊലിമയാർന്ന ദൃശ്യങ്ങളായി ക്യാമറയിൽ പതിയവേ ഹിമയുടെ വാക്കുകൾ ശബ്ദപഥത്തിൽ പടർന്നു തുടങ്ങി. ഗൈസ്, ഓർക്കുമ്പോഴേ വായിൽ കപ്പലോടിക്കാൻ പാകത്തിൽ വെള്ളം നിറയുന്ന തരം ഒറിജിനൽ നാടൻ ഫുഡും അതുപോലെ തന്നെ ഒട്ടും കലർപ്പില്ലാത്ത ഈ അമ്മയുടെയും മകൻ്റെയും സ്നേഹം നൽകുന്ന വൈബ് നിറഞ്ഞു നിൽക്കുന്ന ഈ പ്ലേസും വിട്ട്
വിട്ടുപോരാൻ വല്ലാത്ത വിഷമം തോന്നുന്നു. വളരെ ബിസി ലൈഫുമായിട്ട് നീങ്ങുന്ന നമ്മളൊക്കെ എപ്പോഴും മെൻ്റൽ പീസ്, കംഫർട്ട് എന്നൊക്കെയോർത്ത് കൊതിക്കാറുണ്ട്. ഈ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ല, ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊന്നുകൂടിയാണ് നമുക്ക് കിട്ടുന്നത്. സോ പീസ്ഫുൾ, സോ ജോയ്ഫുൾ. എന്നും നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ തോന്നിപ്പോകും. ഇവിടെ ജീവിക്കുന്ന കൈപുണ്യമുള്ള അമ്മയും മകനും ഹൗ ലക്കി ആൻഡ് ഹാപ്പി ദേ ആർ. കാർ തിരിച്ച് നഗരത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു മയക്കം കഴിയവേ ഹിമയുടെ മനസ്സിലേക്ക് ചെല്ലമ്മയക്കൻ്റെ സങ്കടത്തിൽ വെന്ത വാക്കുകൾ വീണ്ടും കയറി വന്നു. ഒരു പെണ്ണും ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. ഏത് പെണ്ണ് വരാനാണ്? അമ്മയുടെയും മകൻ്റെയും ജീവിതം അജാറാന്നൊക്കെ ചാനലിൽ തട്ടിവിടാൻ കൊള്ളാം. നല്ല ഭക്ഷണമാണ്, സമാധാനമുള്ള ജീവിതമാണ്. പക്ഷേ എന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? തന്നെ കൊണ്ടാണെങ്കിൽ 2 ദിവസത്തിനപ്പുറം അവിടെ കഴിയാൻ സാധിക്കുമോ? ഈ ഇട്ടാവട്ടത്തെ നരുന്ത് ഹോട്ടലും കെട്ടിപ്പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബോറായിരിക്കും. അതെന്തെങ്കിലും ആകട്ടെ, ഈ എപ്പിസോഡ് അപാര കളറായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും കൂടി വരുന്നതോടെ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് 1 മില്യൺ മാർക്ക് വേഗം കടക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ ഫുഡ് ആൻഡ് ട്രാവൽ കമ്പനി മുന്നേ പറഞ്ഞിരുന്ന ഫുള്ളി സ്പോൺസേർഡായ തായ്ലൻഡ്, വിയറ്റ്നാം യാത്ര തങ്ങൾക്ക് കിട്ടും. 2 ആഴ്ചക്കാലം ഒരർമാദം ട്രിപ്പ്. ഹിമയുടെ മുഖത്ത് ഒരു നുണക്കുഴി ചിരി താനേ വിരിയുന്നത് കണ്ട് ഡ്രൈവിങ്ങിനിടെ ബിജീഷ് അവളെ അത്ഭുതത്തോടെ നോക്കി. കാറിലെ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ദ്രുതതാളത്തിലുള്ള സംഗീതത്തിനൊപ്പം തലയാട്ടിക്കൊണ്ട് ഹിമ അവൻ്റെ കഴുത്തിനു പിന്നിൽ വിരലുകൾ കൊണ്ട് കൊട്ടിത്തുടങ്ങി.